إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഉസീകും അവലൻ ബിതഖ്വല്ലാഹി അസ്സ വജൽ. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ നാം ഒരു സത്യവിശ്വാസി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയും നിരന്തരം പാപമോചനം അധികരിപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും മനസ്സിലാക്കി. മനുഷ്യരെല്ലാവരും തെറ്റുപറ്റുന്നവരാണ്. എന്നാൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യരിൽ ചിലർ അവർ നേരാവണ്ണം അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടോ ദീന് നേരാവണ്ണം പഠിക്കാത്തത് കൊണ്ടോ തിന്മ ചെയ്യുന്നവരിൽ വരുന്ന ഒരു തെറ്റായ ധാരണയെക്കുറിച്ചാണ്
ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വരുന്ന ചില മനുഷ്യർ തിന്മയിൽ നിന്ന് മാറാതെ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അതല്ലെങ്കിൽ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോഴുള്ള അവൻ്റെ മനോഗതി, ഞാൻ എത്രയേറെ തിന്മ ചെയ്തവനാണ്, ഞാൻ ചെയ്ത തിന്മകൾ മറ്റുള്ളവർക്ക് അറിയാത്തത് കൊണ്ടാണ്, എൻ്റെ ഇത്രയും വലിയ തിന്മകൾ, ഇനി എനിക്ക് ഈ തിന്മകളിൽ നിന്നൊരു പാപമോചനം അത് ലഭ്യമല്ല, ഇത്രയും വലിയ തിന്മകൾ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരില്ല. അങ്ങനെ റബ്ബിൻ്റെ കാരുണ്യത്തിനെ കുറിച്ചുള്ള നിരാശ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ അറ്റുപോയി. പലരിലും അങ്ങനെയുള്ള ഒരു ചിന്ത കാണാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, സുഇല അനിൽ കബായിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വൻപാപങ്ങളെ പറ്റി ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ് വൽ യഅ്സു മിൻ റൗഹില്ലാഹ് വൽ അംനു മിൻ മക്രില്ലാഹ്. 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപങ്ങളായി പറഞ്ഞത്. ഒന്ന് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുക. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ യഅ്സു മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള നിരാശ. പിന്നെ മൂന്നാമത് പറഞ്ഞത് വൽ അംനു മിൻ മക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള നിർഭയത്വം. അപ്പോൾ ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശിർക്കിനെയാണ്. രണ്ടാമത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വരുന്നത് കബായിറാണ് എന്നാണ്. എനിക്ക് അള്ളാഹു പുറത്തു തരില്ല, എൻ്റെ തിന്മകൾ അള്ളാഹു മാപ്പാക്കില്ല എന്ന ചിന്തയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വരുന്ന ഒരവസ്ഥ, അത് കബായിറുകളുടെ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയത്. ആ ഹദീസിൻ്റെ സനദിൽ ചർച്ചയുണ്ട് എങ്കിലും അതിൻ്റെ ആശയം സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചൊരു സത്യവിശ്വാസി നിരാശ ഉള്ളവനാകാൻ പാടില്ല. റഹ്മാൻ്റെ കാരുണ്യത്തിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ അറ്റുപോകാൻ പാടില്ല. അതിന് തിന്മകൾ ചെയ്യുന്ന അവസരങ്ങളിലല്ല എങ്കിൽ കൂടി ജീവിതത്തിൽ ഒരു വേള നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഒരിക്കലും അപ്പോഴൊന്നും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇനി ഇതിൽ നിന്ന് രക്ഷയില്ല, ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്, കഷ്ടപ്പാട് തന്നെ, ഇനി എന്തൊക്കെയായാലും ഇനി അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുള്ളൂ, ഇനി ഇതിൽ നിന്നൊരു വേണ്ട തുറവി എനിക്ക് ലഭിക്കില്ല എന്ന രൂപത്തിൽ നിരാശ ഒരു കാരണവശാലും ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലകളിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് പിശാച് പിടികൂടുന്നത്. നിരാശ ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവില്ല ജീവിതത്തിൽ. എപ്പോഴും റബ്ബിൽ പ്രതീക്ഷിക്കുന്നവനാണ്. എത്ര വലിയ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും എൻ്റെ റബ്ബ് ഇതിനൊരു തുറവി തരും. റഹ്മാനായ റബ്ബ് ഇതിനൊരു തുറവി, ഒരു പ്രയാസത്തിനൊരു വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. അള്ളാഹു എന്തെങ്കിലും ഖൈറ് കണ്ടിട്ടുണ്ടാകും എന്ന അങ്ങേറ്റത്തെ പ്രതീക്ഷയാണ് ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഒരിക്കലും ആശയേറ്റ് പോകാൻ പാടില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമെ അന്വേഷിച്ചു കൊണ്ട് പോകാൻ വേണ്ടി മക്കളോട് ഉപദേശിക്കുമ്പോൾ പറയുന്നൊരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല 12-ാം അധ്യായം 87-ാം വചനത്തിലൂടെ പറയുന്നുണ്ട്. വലാ തൈഅസു മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. വലാ തൈഅസു, നിങ്ങൾ നിരാശനാവരുത്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആശ്വാസത്തിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ആരാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാകുന്നത്? അവിശ്വാസികളായ ജനങ്ങളാണ്, കാഫിരീങ്ങളാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തിനെ കുറിച്ച് നിരാശരാകുന്നത്, ആശയേറ്റ് പോകുന്നത്. ഒരിക്കലും സത്യവിശ്വാസികൾ ആശയേറ്റ് പോകുന്നവരാകാൻ പാടില്ല എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി വസല്ലമയുടെ അടുക്കൽ
വാർദ്ധക്യത്തിലെത്തിയ ഇബ്രാഹിം നബി അലൈഹി അസ്സലാമയുടെ അടുക്കൽ മലക്കുകൾ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് മകനെ പറ്റി. മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയോട് പറയുകയാണ്, ബശർനാക ബിഗുലാമിൻ അലീം, അറിവുള്ള ജ്ഞാനിയായ ഒരു മകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനാണ് നമ്മൾ എത്തിയത്. നീ ആശയറ്റു പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുതെന്ന് മലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുമ്പോൾ ഇബ്രാഹിം നബി പറയുന്നുണ്ട്, വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലൽ ളാല്ലൂൻ, എൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വയ്ക്കുന്നവരാരാണ്? ളാല്യങ്ങളല്ലാതെ, വഴികെട്ടവരല്ലാതെ, ദലാലത്തിലായവരിൽ ഉൾപ്പെടുത്തരുതെന്നാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കുന്നത്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ആ ളാല്യങ്ങളല്ലാതെ വേറെ ആരാണ് റബ്ബിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ആശയറ്റു പോകുന്നത്, നിരാശരാകുന്നത്? അപ്പം അത് ളാല്യങ്ങളുടെ വിശേഷണമാണ്, കാഫിര്യങ്ങളുടെ വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനത്തിനെ കുറിച്ച്, നാം അനുഭവിക്കുന്ന പ്രയാസം, ദുരിതം അത് എത്ര വലുതായാലും റബ്ബ് അതിലൊരു തുറവി തരും, അള്ളാഹു ഇതിലൊരു ഖൈർ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നതിനെ തൊട്ട് ആശയറ്റു പോകുന്നവർ, അത് അവിശ്വാസികളുടെ ദലാലത്തിലായ വഴികേടിലായവരുടെ വിശേഷണമാണെന്നാണ്. മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് ആശയറ്റു പോകുക, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശനാവുക എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ഒരു വേള ആ വിശ്വാസം മാറുന്നതിനനുസരിച്ച് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. അള്ളാഹു അങ്ങനെ പാപം ചെയ്യുന്നവരുടെ പാപം പൊറുക്കുന്നവനല്ല. അങ്ങനെ പാപം പൊറുക്കുക, തവ്വാബ്, അള്ളാഹു പാപമോചനം അങ്ങേറ്റം സ്വീകരിക്കുന്നവനാണെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു പേരാണ് തവ്വാബ്. ആ പേരിലടങ്ങിയ വിശേഷണമാണ് റഹ്മാൻ, അർ റഹീം, അൽ ഗഫൂർ, അൽ ഗഫാർ. എണ്ണമറ്റ അള്ളാഹുവിൻ്റെ പേരുകൾ അറിയിക്കുന്നതാണ്. റബ്ബ് കരുണയുള്ളവനാണ്, പാപികളുടെ പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനെ കുറിച്ചുള്ള നേരായ അറിവില്ലായ്മ കൂടിയാണ് ഈ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വരുവാനുള്ള മറ്റൊരു കാരണം. ഏതുപോലെ ഇതിൻ്റെ നേരെ വിപരീതമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയനാവുക എന്നുള്ളത്. ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാകുമ്പോൾ മറ്റൊരു കൂട്ടർ ധൈര്യമായിട്ട് തിന്മകൾ ചെയ്യാണ്. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താണ്? എൻ്റെ റബ്ബ് റഹ്മാനാണ്, എൻ്റെ റബ്ബ് റഹീമാണ്, എൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും, ഞാൻ ഈ ചെയ്യണതൊന്നും വലിയ പാപങ്ങളല്ല, ഇതെൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ തിന്മകളിൽ അവന് മുഴുകുന്നു. അതും അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നേരാവണ്ണം അറിയാത്തത്. ഖഹാർ, ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ്. തിന്മ ചെയ്യുന്നവൻ അള്ളാഹു ശിക്ഷിക്കും. തിന്മ ചെയ്തിട്ട് പശ്ചാത്തപിച്ച് മടങ്ങാതെ ധിക്കാരിയായി, അഹങ്കാരിയായി മരണപ്പെട്ടു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. ആ ശിക്ഷയെ കൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് പേടി വേണം. പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് സത്യവിശ്വാസിയുടെ വിശ്വാസം, സത്യവിശ്വാസിയുടെ ഇബാദത്ത്. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞതുപോലെ, ഒരു സത്യവിശ്വാസി നന്മകൾ ചെയ്യുന്നു, അവൻ്റെ മനസ്സ് പേടിയിലും ഭയപ്പാടിലുമാണ്. അതേസമയം ഒരു അവിശ്വാസി അവൻ തിന്മകളും തോന്നിയവാസങ്ങളും ചെയ്യുന്നു, അവൻ്റെ മനസ്സോ അത് നിർഭയത്വത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും, അള്ളാഹുവിൻ്റെ ശിക്ഷ വരും എന്നതിനെക്കുറിച്ച് നിർഭയത്വത്തിലാണ്. അൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള നിർഭയത്വം അതൊരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് ആ തിന്മകളെ കുറിച്ച് അവനൊരു വിഷമവും വരുന്നില്ല, ആ തിന്മകളിൽ അവൻ ഉറച്ചു നിൽക്കുന്നു, അവൻ്റെ മനസ്സിൽ പ്രതീക്ഷയാണ്. അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്, ഗൗരവത്തോടുകൂടി കാണേണ്ടത്. തിന്മകൾ ചെയ്യുന്നു, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ലവലേശം അവൻ്റെ മനസ്സിലൊരു ഒരു 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 കുറിച്ചിലുണ്ടാകുന്നില്ല, ഒരു മനസ്സിലൊരു വിഷമം, ഒരു കോറൽ പോലും തിന്മകൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്നില്ല. അപ്പം എന്താ? പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയെ ഭയക്കണം. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നാതെ തിന്മകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ തിന്മകൾ മൂലം ഉണ്ടാകുന്ന
അപകടങ്ങളെക്കുറിച്ച് അശ്രദ്ധയിലായിക്കൊണ്ടുള്ള ജീവിതം നമ്മൾ ഭയക്കണം. സത്യവിശ്വാസിയുടെ ജീവിതം ഇതിന് രണ്ടിനും ഇടയിലാണ്. റഹ്മാനായ റബ്ബിനെ നേരാവണ്ണം മനസ്സിലാക്കിയവൻ ഇത് രണ്ടിനും ഇടയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിൽ ഇത് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്റിൻ്റെ 49, 50, 51 ആയത്തുകൾ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹിഫ്ളാക്കി നടക്കേണ്ട ഒരു ആയത്താണ്. അതിൻ്റെ ആശയം എപ്പോഴും മനസ്സിലിട്ട് നടക്കേണ്ട ഒരു ആയത്താണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നത്? നബ്ബി, താങ്കൾ അറിയിക്കണം, ഇബാദി, എൻ്റെ അടിമകളോട് എന്തറിയിക്കണം? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറാണ്, ഞാൻ റഹീമാണ്, ഞാൻ അങ്ങേറ്റം കരുണയുള്ളവനാണ്, പാപം പൊറുക്കുന്നവനാണ് എന്ന് എൻ്റെ അടിമകളോട് താങ്കൾ അറിയിക്കണം. തൊട്ടടുത്ത ആയത്ത് എന്താ? വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അതോടൊപ്പം വ അന്ന അദാബി, എൻ്റെ ശിക്ഷ, ഹുവൽ അദാബുൽ അലീം, അത് വളരെ വേദനാജനകമായ ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വേദനാജനകമായ ശിക്ഷയാണ്. നരകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതാണ്. നരകമെന്ന് പറഞ്ഞാൽ നരകവാസി നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ച് ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കും. അപ്പോൾ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരും. ആ വെള്ളം അടുത്തെത്തുമ്പോഴേക്ക് ദാഹിച്ച് വലഞ്ഞ നരകവാസി ദാഹം കൊണ്ട് അങ്ങേ അറ്റമെത്തി വെള്ളം അടുത്തെത്തുമ്പോൾ ആ കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ ചൂട് കാരണം യശ്വിൽ വുജൂഹ് ബിഅസ ശറാബ് വസാഅത് മുർതഫഖാ, അവൻ്റെ മുഖം കരിഞ്ഞു പോകുന്നതാണ്. യശ്വി എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകുന്നതാണ്. നരകവാസി വെള്ളത്തിനെ അപേക്ഷിച്ച് ദാഹിച്ച് വെള്ളം എടുത്തു കൊണ്ടുവരുമ്പോൾ ആ വെള്ളം അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ, തൊട്ടിട്ടില്ല, അടുത്തെത്തിയപ്പോൾ തന്നെ അതിൻ്റെ ചൂട് കാരണം മുഖം കരിഞ്ഞു പോകുമെങ്കിൽ ആ വെള്ളം എങ്ങാനും കുടിച്ചാലുള്ള അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് നരകത്തിലെ ശിക്ഷ. അപ്പോൾ ഒരു സത്യവിശ്വാസി അവൻ്റെ മനസ്സ് പ്രതീക്ഷയിലും പേടിയിലുമാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ അവൻ പ്രതീക്ഷ വയ്ക്കുന്നു. അള്ളാഹു തൻ്റെ പാപങ്ങൾ പുറത്തിരുന്നതിൽ അവൻ പ്രതീക്ഷ വയ്ക്കുന്നു. ആ പ്രതീക്ഷയോടൊപ്പം പേടിയുണ്ട്. പേടി ഉൾക്കൊണ്ട പ്രതീക്ഷയാണ്, പേടി മാറി നിൽക്കുന്ന തനിച്ച പ്രതീക്ഷയല്ല. അതോടൊപ്പം അവൻ പേടിക്കുകയും ചെയ്യുന്നു. ആ പേടിയോടൊപ്പം പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയില്ലാത്ത തനിച്ച പേടിയല്ല, പേടിയുണ്ട്, പ്രതീക്ഷ ഉൾക്കൊണ്ടതായ പേടി. അപ്പോൾ പ്രതീക്ഷ ഉൾക്കൊണ്ടതായ പേടിയും പേടി ഉൾക്കൊണ്ടതായ പ്രതീക്ഷയോടും കൂടിയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. നമുക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിയും വേണം, അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളെക്കുറിച്ച് പ്രതീക്ഷയും വേണം. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായാൽ നമ്മൾ ഈമാനിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നേരാവണ്ണം മനസ്സിലാക്കാത്തതിൻ്റെ അടയാളമാണ്. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ കക്ഷികൾ ചിലർ ഇതിലൊന്ന് മാത്രമാക്കി വ്യതിചലിച്ചു പോയവരാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാം നേരാവണ്ണം മനസ്സിലാക്കണം. അള്ളാഹു പഠിപ്പിച്ച പ്രകാരം നമ്മൾ ഇബാദത്ത് ചെയ്യണം. നമ്മുടെ ഇബാദത്തുകൾ ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാവണം. രണ്ടും ഒരുപോലെ വേണം. പ്രതീക്ഷയും വേണം, പേടിയും വേണം. അള്ളാഹുവിൽ പ്രതീക്ഷ വേണം, അള്ളാഹുവിൽ പേടി വേണം. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, തിന്മകൾ ചെയ്യാൻ സാധ്യതയുള്ള തിന്മകളിലേക്ക് നമ്മൾ അടുക്കും എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പേടിയെ അധികരിപ്പിക്കണം. നമ്മുടെ മനസ്സിൽ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ശിക്ഷകളെ നമ്മൾ ഓർക്കണം, അദാബിൻ്റെ ആയത്തുകൾ നമ്മൾ ഓർക്കണം. എന്നിട്ട് നമ്മളെ മനസ്സിൽ ശിക്ഷയുടെ ഭാഗം നമ്മൾ കൂടുതലാക്കണം. തിന്മകൾ ചെയ്യാൻ സാധ്യതയുള്ള അവസരങ്ങൾ, കാരണം തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ. നന്മകൾ ചെയ്യുമ്പോഴോ അള്ളാഹുവിലേക്ക് കൂടുതലെടുത്ത് അമലു സ്വാലിഹാത്ത് ചെയ്യുമ്പോഴോ പ്രതീക്ഷയുടെ ഭാഗത്തെ അധികരിപ്പിക്കണം. സ്വർഗത്തെക്കുറിച്ച് ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന സ്വർഗത്തിലെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന വമ്പിച്ച പ്രതിഫലങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രതീക്ഷയുടെ ഭാഗത്തെ അധികരിപ്പിക്കണം. അങ്ങനെ നന്മകൾ ചെയ്യുമ്പോൾ പ്രതീക്ഷ അധികരിപ്പിച്ചും തിന്മകൾ ചെയ്യുമ്പോൾ പേടി അധികരിപ്പിച്ചുമാണ് സത്യവിശ്വാസി പോകേണ്ടത്. രോഗമുണ്ടാകുന്ന സമയത്ത് അവൻ പ്രതീക്ഷ അധികരിപ്പിക്കണമെന്നാണ്. രോഗിയായിരിക്കുന്ന സമയത്ത്, മരണസമയത്ത്, മരണം ആസന്നമാവുമ്പോൾ നമ്മൾ പ്രതീക്ഷയെ അധികരിപ്പിക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിൻ്റെ അടുക്കലെത്തി, മരണത്തിനോടടുത്ത ഒരു യുവാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ചോദിച്ചു, കൈഫ തജിദുക്, എന്താണ് നിൻ്റെ അവസ്ഥ, എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നു, അർജുല്ലാഹ യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് പ്രവാചകരെ. വ ഇന്നി അഖാഫു ദുനൂബി, അതോടൊപ്പം എൻ്റെ പാപങ്ങളെ തൊട്ട് ഞാൻ പേടിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ട്, അതോടൊപ്പം ഞാൻ ചെയ്ത പാപങ്ങളിൽ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വ അമിനഹു മിമ്മാ യഖാഫ്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ അടിമയിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് കൂടിയാൽ അള്ളാഹു അവൻ എന്തൊന്നിനെ തൊട്ട് പേടിച്ചോ ആ പേടിച്ചതിൽ നിന്ന് അവന് നിർഭയത്വം നൽകും. എന്തിനെയാണ് അവൻ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷിച്ചത് അള്ളാഹു അവന് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നാം നമ്മുടെ ഇബാദത്തുകളിൽ ഈ രൂപത്തിൽ ഖൗഫും റജാഉം, പേടിയും പ്രതീക്ഷയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. സന്ദർഭത്തിന് അനുയോജ്യമായ രൂപത്തിൽ പേടിയുടെ ഭാഗവും പ്രതീക്ഷയുടെ ഭാഗവും കണ്ടറിഞ്ഞ് അധികരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അള്ളാഹുവിനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹി അസ്സ വജൽ. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹു തൗഫീഖ് നൽകിയാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നിയമമാക്കിയ 2 പെരുന്നാൾ സുദിനങ്ങളിൽ ഒന്ന് ആ ദുൽഹിജ്ജ മാസമാണ്. ആ പെരുന്നാൾ സുദിനത്തോടനുബന്ധിച്ചുള്ള മഹത്തായ ഒരു ഇബാദത്താണ് ബലികർമ്മം, ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നേരെ പോയി ബലി അറുക്കുക എന്നുള്ളതാണ്. മുമ്പത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും ആളുകൾ കൂടുതലായി ജീവിതത്തിലേക്ക് പകർത്തുന്ന എണ്ണപ്പെട്ട ചില സുന്നത്തുകളിൽ ഒന്നാണ് ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. പലരും കഴിയുന്നത് പോലെ ശ്രദ്ധിക്കുന്ന ഒരു ഇബാദത്താണ്, മഹത്തായ ഒരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കൗസറിൽ പറഞ്ഞല്ലോ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിൻ്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം, വൻഹർ, നീ ബലിയറുക്കുകയും ചെയ്യണം. ഫസല്ലി ലിറബ്ബിക, നിൻ്റെ റബ്ബിന് വേണ്ടി. ബലിയറുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? റബ്ബിന് വേണ്ടിയാണ്. വെറുതെ ഒരു ചടങ്ങ് തീർക്കാനല്ല. എനിക്ക് അത്യാവശ്യം കഴിവുള്ളവനാണ്, ഞാനിതിൽ കൂടാതിരുന്നാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും എന്നതല്ല നമ്മെ പ്രേരകമാക്കേണ്ടത്. മറിച്ച് എൻ്റെ റബ്ബ് എന്നോട് എനിക്ക് ഇബാദത്താക്കിയ ഒന്നാണ്. ഇത് റബ്ബിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് നാളെ എൻ്റെ പരലോക മോക്ഷത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ട ഒന്നാണ്. അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ചെയ്യേണ്ട മഹത്തായ ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് സ്വന്തമായ ഒരു ഉരുവിനെ വാങ്ങി നോക്കി ഏറ്റവും നല്ലവണ്ണം വളർത്തി അതിനെ ബലി കൊടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും മഹത്തരമാണ്. അതല്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ സൗകര്യമുണ്ട്, വിശേഷിച്ച് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉദ്ഹിയ്യത്ത് നമുക്ക് ഷെയർ കൂടാനുള്ള അവസരമുണ്ട്. ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തി ആ രൂപത്തിൽ ആ സുന്നത്ത് ഹയാത്താക്കുന്നവരിൽ, ആ സുന്നത്ത് ജീവിപ്പിക്കുന്നവരിൽ നാമും ഉൾപ്പെടണം. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു ചരിത്രമാണ് ഉദ്ഹിയ്യത്ത് ബലികർമ്മം
അതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രിയ പ്രവാചകൻ അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹി വസ്സലാമയുടെ ചരിത്രം, ഇസ്മായിൽ നബി അലൈഹി വസ്സലാമയുടെ ചരിത്രം, സ്വന്തം മകന് അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കാൻ വഹി ലഭിച്ചപ്പോൾ ആ അള്ളാഹുവിൻ്റെ കൽപ്പന മനസ്സിലാക്കി അതിന് തയ്യാറായ ഒരു പിതാവിൻ്റെയും മകൻ്റെയും ചരിത്രം നമുക്ക് മാതൃകയാണ്. എന്തിലാണ് മാതൃക? അള്ളാഹു കൽപ്പിച്ച കൽപ്പന അങ്ങനെ സ്വീകരിക്കാൻ അവരിൽ നമുക്ക് ഉത്തമ മാതൃകയുണ്ട്. കണ്ണ് തന്ന അള്ളാഹു, കാത് തന്ന അള്ളാഹു, സംസാരിക്കാൻ നാവും സംസാരശേഷിയും നൽകിയ അള്ളാഹു, ഓരോ നിമിഷവും ആ റബ്ബിൻ്റെ ഔദാര്യം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്ന ബോധ്യമുള്ള പ്രവാചകന്മാർ അള്ളാഹു കൽപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്യാൻ അവർ തയ്യാറായി. വാപ്പ മകനോട് ചോദിക്കുകയാണ്, മകൻ തയ്യാറാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കാൻ മകൻ തയ്യാറാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അവസാന സമയത്ത് നാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ, ഹേ ഇബ്രാഹിം നബിയെ, താങ്കൾ സ്വപ്നം സത്യപ്പെടുത്തി. പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ്. ഇബ്രാഹിം നബിക്ക് ലഭിച്ച വഹി താങ്കൾ സത്യപ്പെടുത്തി. ഖദ് സദ്ദഖത റുയ. ആ പരീക്ഷണത്തിൽ വിജയിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇസ്മായിൽ നബിയെ അറുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം മകനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അതിന് തയ്യാറായി. എന്താണ് കാരണം? റബ്ബ് കൽപ്പിച്ചു, റബ്ബിൻ്റെ കൽപ്പന സ്വീകരിച്ചു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി റബ്ബിനോടാണ് ഇഷ്ടം. റബ്ബിന് വേണ്ടിയാണ് മകനെ സ്നേഹിച്ചത്, റബ്ബിന് വേണ്ടിയാണ് കുടുംബക്കാരോട് നന്മ ചെയ്തത്, റബ്ബിന് വേണ്ടിയാണ് അയൽവാസികളോട് നന്മ ചെയ്തത്, റബ്ബിന് വേണ്ടിയാണ് സൽസ്വഭാവിയായത്, റബ്ബിന് വേണ്ടി ചെയ്തു എന്നിടത്ത് നമുക്ക് ഉത്തമ മാതൃക ഉണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിൽ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയിൽ. എന്നിരിക്കെ ഒരു മകനെ അറുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായിട്ട് അത് സ്വീകരിച്ച പ്രവാചകൻ്റെ പിൻഗാമികളാണ് നമ്മൾ. എന്നിരിക്കെ കഴിവുണ്ടായിട്ട്, നമ്മളിൽ ഒരാൾക്ക് കഴിവുണ്ടായിട്ട് വളരെ ചെറിയ ഒരു പ്രവൃത്തിയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സുന്നത്താണ് ഉദ്ഹിയ്യത്ത് കർമ്മം. അപ്പോൾ ആ നിലയ്ക്ക് കഴിവുള്ള ഒരാളും ഈ ഇബാദത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ പാടില്ല. പണ്ഡിതന്മാർ എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് നിർബന്ധമാണോ അല്ലേ എന്ന് പോലും ചർച്ച ചെയ്ത ഒരു ബലികർമ്മം, ഒരു ഇബാദത്താണ് ബലികർമ്മം ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. നിർബന്ധമാണോ, വാജിബാണോ, ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടുമോ എന്ന് വരെ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒന്നാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് പ്രബലമായ സുന്നത്ത് സുന്നത്തുൻ മുഅക്കദ എന്നാണ് പറഞ്ഞതെങ്കിലും എണ്ണപ്പെട്ട ചിലർ വാജിബാണോ എന്ന് വരും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെയാണ്, ആ ഇബാദത്തിൻ്റെ പ്രാധാന്യത്തെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു റസൂലിലൂടെ നിയമമാക്കിയ എല്ലാ ഇബാദത്തുകളും കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും മേകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ച് പരിപൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി ഇഹലോകത്തും പരലോകത്തും നമുക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി മാറ്റട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വലിവാലിദൈനാ വലിഅസാതിദനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.